ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു J2Tech ആൻഡ് വ്ലോഗ്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. എന്നാലും ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിയർ ബൈ ഷെയർ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് എക്സെൻഡർ, ഷെയർ ഇട്ട് പോലുള്ള മറ്റു പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോസും ഫയൽസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് ബാൻ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷനൊക്കെ പോയി. അതിന് പകരം ഇപ്പം നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തൊരു ഫീച്ചർ തന്നെ, ആപ്ലിക്കേഷൻ അല്ല, ഒരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാം. അതും ഈ എക്സെൻഡറും ഷെയറിട്ടും ഒക്കെ തരുന്നതിനെക്കാട്ടിലും ഡബിൾ ഇരട്ടി ഫാസ്റ്റർ ആയിട്ടാണ് നമുക്ക് ഈ ഫയൽസ് എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെ നമുക്ക് ഫയൽ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫയൽസ് നിയർ ബൈ ഷെയർ ഉപയോഗിച്ച് ഷെയർ ചെയ്യുന്നത് കാണാം. നമുക്ക് റിസീവ് ചെയ്യേണ്ട ഫോണിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഒരു നിയർ ബൈ ഷെയർ എന്ന ഓപ്ഷൻ കാണിക്കുന്നതാണ്. ആ നിയർ ബൈ ഷെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീച്ചർ ഓൺ ആയിട്ടുണ്ട്. ഇനി സെൻഡ് ചെയ്യേണ്ട ഫോണിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏത് ഫയലാണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് സെൻഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴേക്കും താഴെ സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും മുകളിൽ തന്നെ നിയർ ബൈ ഷെയർ എന്ന ഓപ്ഷൻ കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസ്, അടുത്തുള്ള ഏത് ഡിവൈസ് ആണ് ഇപ്പം ഓൺ ആയിട്ടുള്ള നിയർ ബൈ ഷെയർ റിസീവ് ചെയ്യാൻ വേണ്ടി ഓൺ ആയിട്ടുള്ളത് എന്നുള്ളത് കാണിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് റിസീവ് ചെയ്യുന്ന ഫോണിൻ്റെ അകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. ഇപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഫയൽ സെൻഡ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കയറുന്നതിൻ്റെ ലോഡിംഗ് ഫംഗ്ഷൻ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഫയൽ സൈസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അത്രയും ഒരു സമയം എടുത്തത്. അതുകൂടാതെ ഇതിനകത്ത് വന്ന് ഞാനിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഫോണും വൈഫൈ കണക്ടിവിറ്റി ചെയ്തുകൊണ്ട് തന്നെ ചില സമയത്ത് അങ്ങനെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിനെ അത് ബാധിക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മൾ മറ്റ് ഡിവൈസ്, അതായത് ബ്ലൂടൂത്ത് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഏതെങ്കിലുമൊക്കെ മൊബൈൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇടയ്ക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി, ആ ഒരു സ്പീഡിനെ ബാധിക്കുന്നുണ്ട്. ഈ ഫോൺ തമ്മിലാണ് കണക്ടിവിറ്റി വരുന്നതിൽ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് നമ്മുടെ ഫയൽസൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്.